ഹായ്, ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥ പറയാൻ വന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് നല്ല സുഹൃത്തുക്കളെയാണ്. എൻ്റെ ഈ കാലഘട്ടങ്ങളിൽ മുഴുവൻ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കുറേ ഫ്രണ്ട്ഷിപ്പുണ്ട്. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെച്ചിട്ടുള്ളൂ. നല്ല സുഹൃത്തെന്ന നിലയിൽ എന്നെ മനസ്സിലാക്കുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്ന വളരെ കുറച്ച് സുഹൃത്തുക്കൾ. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എങ്കിലും എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളെ എൻ്റെ ലൈഫിലുള്ളു. അതിൽ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടുണ്ട്. അവളോടാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നത്. അവളറിയാത്ത കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടാവാറില്ല. എന്തിനും എനിക്ക് സപ്പോർട്ട് നൽകുന്നതും ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി അവളാണ്. പിന്നെ എനിക്ക് കട്ടയ്ക്ക് നിൽക്കുന്ന എൻ്റെ ചേച്ചിയാണ്. എന്താണേലും നീ മുന്നോട്ട് പോകണം, എങ്ങും പതറി നിൽക്കരുതെന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയാണ്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും എനിക്ക് അങ്ങനൊരു സുഹൃത്തുണ്ട്. നല്ല സുഹൃത്തെന്ന് പറയാം. എനിക്കിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ സജഷൻസ് പറഞ്ഞു തരുന്നതും അതിന് എങ്ങനെ ഹാഷ്ടാഗ് കൊടുക്കണമെന്ന് പറയുന്നതും ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരുന്നതും ഒക്കെ നല്ലൊരു സുഹൃത്തുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് അദ്ദേഹം. എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സ്ത്രീയാണെന്നും ആ സ്ത്രീയെ ബഹുമാനിക്കണമെന്നും വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പിന്നെ പറഞ്ഞു വരുന്നത്, പുരുഷന്മാരിലും നല്ല സുഹൃത്തുക്കളുണ്ടാവും. മീൻസ് തെറ്റായ കണ്ണോടെ കാണാത്ത നല്ല സുഹൃത്തുക്കളുണ്ടാവും. എനിക്കിങ്ങനെ പുരുഷ സുഹൃത്തുക്കളില്ല. ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവന് നല്ലൊരു ഫ്രണ്ടാണ്. മീൻസ് ഒരു തെറ്റായ നോട്ടമോ തെറ്റായ സംസാരങ്ങളോ ഒന്നുമില്ലാത്ത സുഹൃത്ത്. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണവൻ. എന്ത് സംശയത്തിന് ഞാൻ ഓടിച്ചെന്ന് ചോദിക്കുന്ന അവനോടാണ്. എപ്പോഴും ഞാൻ ശല്യം ചെയ്യുന്നതും അവനെയാണ്. അങ്ങനാണോടാ, ഇങ്ങനാണോ എടോ, അങ്ങനാണോടോ, ഇങ്ങനാണോടോ. എന്നിട്ട് ഞാൻ ചോദിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ വന്നിങ്ങനെ ചോദിക്കുന്നതിന്. നമ്മൾ ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, നിനക്ക് മുന്നോട്ടുള്ള യാത്രയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പും ചെയ്തു തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഇപ്പം എനിക്കൊരു ഏറ്റവും നല്ല ഫ്രണ്ട്സുണ്ട്. എനിക്കെന്തെങ്കിലും ഒരു കാര്യം സംശയം ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് ചോദിക്കാനും, എനിക്ക് മോറൽ സപ്പോർട്ട് തരാനും, പൈസയുടെ ആവശ്യങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യാനും എനിക്കിപ്പോൾ രണ്ട് സുഹൃത്തുക്കളേ ഉള്ളൂ. ഒന്ന് പ്രഭ, അതെൻ്റെ ബാല്യകാല സുഹൃത്താണ്. ജീവിതത്തിൻ്റെ ഒരു യാത്രയിലും എന്നെ ഒറ്റപ്പെടുത്താത്ത സുഹൃത്ത്. പിന്നെ ഇപ്പം കിട്ടിയ സുഭാഷ് എന്ന വ്യക്തി നല്ലൊരു മനുഷ്യനാണ്. നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയുമാണ് ആ മനുഷ്യൻ. ഞങ്ങൾ ഒരേ പ്രായക്കാരാണ്. ഒരമ്മയുടെ വയറ്റിൽ പിറക്കണമെന്നൊന്നുമില്ല പെങ്ങളായിട്ട് കാണാൻ. അതെനിക്ക് മനസ്സിലാക്കിയത് ആ മനുഷ്യനിലൂടെ. അപ്പം ഞാൻ ഓണത്തിന് അങ്ങനെ എനിക്ക് ഓണക്കോടി എടുക്കുവാട്ടെ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും അഭിമോനും ഒക്കെ ഞാൻ എടുത്തു കൊടുക്കും. പിന്നെ എനിക്ക് ചേച്ചി എടുത്തു തരും. എനിക്കായിട്ട് ഞാൻ അങ്ങനെ എടുക്കാറേ ഇല്ല. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം ഒരു ഓണക്കോടി കിട്ടി. അത് നിങ്ങളെ കാണിക്കാം തന്നെ. ഞാൻ ആ ഓണം ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എടുത്തു തന്നതാണ്. അതിനും താങ്ക്സ് സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് ഇതിൽ കൂടെ ആ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളു. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വലിയൊരു ലോകമാണ്. നമ്മളെ ഏതവസ്ഥയിലും കൈപിടിച്ച് നടത്താൻ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന് കഴിയും.